എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 9-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യത്തേതൊരു സൂപ്പർ നാച്ചുറൽ സ്പിരിച്വൽ ത്രില്ലർ മൂവിയാണ് ത്രികാല. പുനർജന്മത്തെയും ആഭിചാരക്രിയകളെയും അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. എ സർട്ടിഫിക്കറ്റോടെ റിലീസ് ചെയ്ത ഈ ഹൊറർ സസ്പെൻസ് മിത്തോളജി വളരെ ഇരുണ്ടതും നിഗൂഢവുമായ അന്തരീക്ഷത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. കാന്താര പോലുള്ള മിത്തോളജിക്കൽ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും പരിഗണിക്കാവുന്ന മൂവിയാണ് ത്രികാല. പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ഒരു രാജാവ് ചെയ്യുന്ന തെറ്റിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ തലമുറകൾ അനുഭവിക്കേണ്ടി വരുന്ന ഭയാനകമായ ശാപമാണ് കഥയുടെ പശ്ചാത്തലം. ശ്രദ്ധ ദാസ്, അജയ്, മാസ്റ്റർ മഹേന്ദ്രൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ടർനെക്സിലൂടെ തെലുങ്കു, തമിഴ് ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് കള്ളക്കാമുകൻ. ജെനീഷ് ലാൽ രചനയും സംവിധാനവും ചെയ്ത് അഭിഷേക് ഉദയകുമാർ, കാർമൻ എസ് മാത്യു, ശ്രീലക്ഷ്മി സത്യൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. പ്രണയവും അതിനെ തുടർന്നുണ്ടാകുന്ന രസകരമായ ചില കള്ളത്തരങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. മനോരമ മാക്സ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത ആഴ്ച സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സിനിമയാണ് ബാക്ക് റൂംസ്. 20 വയസ്സുകാരനായ യൂട്യൂബറാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു ഫർണിച്ചർ ഷോപ്പ് ഉടമ തന്റെ കടയുടെ ബേസ്മെന്റിൽ ഒരു രഹസ്യവാതിൽ കണ്ടെത്തുന്നതും ഈ വാതിലിലൂടെ അകത്ത് കടക്കുന്നയാൾ എത്തിപ്പെടുന്നത് മഞ്ഞച്ചുമരുകളും കാർപ്പറ്റ് വിരിച്ച തറയും ഫ്ലോറസെന്റ് ലൈറ്റുകളുടെ നിർത്താതെയുള്ള ശബ്ദവുമുള്ള അവസാനമില്ലാത്ത ഭയപ്പെടുത്തുന്ന മുറികളിലേക്കാണ് എത്തിച്ചേരുന്നത്. ഇവിടുത്തെ ഏകാന്തതയും നിഗൂഢതയും കൂടാതെ ഭയപ്പെടുത്തുന്ന ചില അമാനുഷിക ജീവികളും ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അയാൾ നടത്തുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി പരിമള & Co. 10 കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 20 കോടിയാണ്. പാണ്ഡ്യരാജ് സംവിധാനം ചെയ്ത് ജയറാം, ഉർവശി, യോഗി ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ത്രില്ലർ ചിത്രമാണ് പരിമള & Co. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം തമിഴ്, തെലുങ്കു, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ബാൾട്ടി. തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഷെയ്ൻ നിഗം, ശാന്തനു ഭാഗ്യരാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ആക്ഷൻ ഡ്രാമ ഫിലിമാണ് ബാൾട്ടി. നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സോണി ലിവ് ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് ചാരുകേശി. YG മഹേന്ദ്രൻ, സുഹാസിനി മണിരത്നം, സത്യരാജ്, സമുദ്രകനി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് സുരേഷ് കൃഷ്ണയാണ്. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ചാരുകേശി എന്ന സംഗീതജ്ഞന് അൽഷിമേഴ്സ് എന്ന രോഗം ബാധിക്കുന്നതും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സിംപ്ലി സൗത്തിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം ക്രൈം ത്രില്ലർ ചിത്രമാണ് ഒരു വടക്കൻ വെളിച്ചം. അഖിൽ സുരേഷ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ച് അനന്തൻ, ഹരീഷ് മേനോൻ, സുരഭി സുരേഷ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ മൂവിയാണ് ഒരു വടക്കൻ വെളിച്ചം. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത് തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു ആനിമേഷൻ സീരീസ് ആണ് ദ ഗോസ്റ്റ് ഇൻ ദ ഷെൽ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. സിജു വിൽസൺ പ്രധാന വേഷത്തിലെത്തിയ ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഡോസ്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നടക്കുന്ന ദുരൂഹമായ മരണങ്ങളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറ്റാന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. വ്യത്യസ്തമായ ഒരു അന്വേഷണ രീതി പിന്തുടർന്നുകൊണ്ട് പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി മെഡിക്കൽ ലോകത്തെ ക്രൈം പശ്ചാത്തലമാക്കി ഒരുക്കിയ സിനിമയാണ് ഡോസ്. ആമസോൺ പ്രൈം വീഡിയോസ്, സിംപ്ലി സൗത്ത്, ആഹ OTT പ്ലാറ്റ്ഫോം, ലയൺസ്ഗേറ്റ് പ്ലേ എന്നീ OTT പ്ലാറ്റ്ഫോമുകളോടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് ട്രാൻസർ ത്രിമൂർത്തുലു. കമൽ, തേജ, നാർല സംവിധാനം ചെയ്ത ഈ ആക്ഷൻ ഡ്രാമ ഫിലിം നീതിക്കും ന്യായത്തിനും വേണ്ടി മാത്രം നിലകൊള്ളുന്ന, അഴിമതിക്കെതിരെ ഭയമില്ലാതെ പോരാടുന്ന ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ കഥയാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ജൂലൈ മാസം 17 മുതൽ C5-ലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസിന് ഒരുങ്ങുന്ന ഒരു ഹിന്ദി മൂവിയാണ് ഇക്ക. സണ്ണി ഡിയോൾ, അക്ഷയ് ഖന്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. സിദ്ധാർത്ഥ് P. മൽഹോത്ര സംവിധാനം ചെയ്ത ഒരു കോർട്ട് റൂം ഡ്രാമ ലീഗൽ ത്രില്ലറാണ് ഇക്ക. ഇവരെ കൂടാതെ ദിയ മിർസ, തിലോത്തമ ഷോം, സഞ്ജീത ഷെയ്ഖ് എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഒരു മലയാളം മൂവിയാണ് കാട്ടാളൻ. പോൾ ജോർജ് എഴുതി സംവിധാനം ചെയ്ത് ആന്റണി വർഗീസ് പേപ്പെ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കാട്ടാളൻ. തെന്നിന്ത്യൻ താരങ്ങളായ സുനിൽ, കബീർ ദുഹാൻ സിംഗ്, തുഷാര വിജയൻ ഇവരെ കൂടാതെ ജഗദീഷ് സിദ്ദിഖ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലോ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതൊരു ദക്ഷിണ കൊറിയൻ വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ആകെ 8 എപ്പിസോഡുകളുള്ള ഒരു ഡാർക്ക് ഫാന്റസി വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ഒരു സാങ്കല്പിക ചരിത്ര പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണിത്. ഒരു കൊട്ടാരത്തിലെ രാജകുമാരന് ക്രൂരമായ ശാപം കിട്ടുകയും അതിനോടനുബന്ധിച്ച് കൊട്ടാരത്തിനകത്ത് നടക്കുന്ന ഭീതിജനകമായ അമാനുഷിക സംഭവങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 17 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. തെലുങ്കു മൂവിയാണ് പെഡ്ഡി. ബുച്ചി ബാബു സനയുടെ സംവിധാനത്തിൽ രാം ചരൺ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണിത്. ജാൻവി കപൂർ, ശിവരാജ്കുമാർ, ജഗപതി ബാബു, ദിവ്യേന്ദു, ബോമൻ ഇറാനി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്കു, തമിഴ്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്.